നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ കൃഷിഭവനിലെ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ഇറക്കിയ കർഷകർ കണ്ണീരിലായി. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചതാണ് ഇവിടുത്തെ കർഷകരെ കണ്ണീരിലാക്കിയത്. വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപുവം ആദിവാസി ഉന്നതിയിൽ നാട്ടുമാന്തോട്ടമൊരുങ്ങുന്നു. ഉന്നതിയിലെ ജലക്ഷാമത്തിനും മണ്ണൊലിപ്പിനും പരിഹാരം കാണുന്നതിനായി നടപ്പാക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായാണ് നാട്ടുമാന്തോപ്പ് ഒരുക്കുന്നത്. കളിക്കാൻ നല്ലൊരു മൈതാനമില്ലെന്ന പരിമിതി മറികടക്കാൻ ഒരു നാട് ഒത്തൊരുമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങരുത് ബാല്യമെന്നും ലഹരിയിലേക്ക് വഴിതെറ്റരുത് നമ്മുടെ യുവതയെന്നും ഇവർ തീരുമാനിച്ചപ്പോൾ നന്ദിപുരം ഗ്രാമം വലിയ സ്വപ്നങ്ങളിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. CPI തൊഴിലാളി നേതാവായിരുന്ന PS നമ്പൂതിരിയുടെ 46ാം ചരമവാർഷികാചരണം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത്, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി എന്നിവയുടെ മുൻ പ്രസിഡന്റായിരുന്ന KK നാരായണന്റെ 14ാം ചരമവാർഷികം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായിരുന്ന CA അപ്പുക്കുട്ടന്റെ 1ാം ചരമവാർഷികാനുസ്മരണം പുതുക്കാട് സംഘടിപ്പിച്ചു. T നരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻമന്ത്രി C രവീന്ദ്രനാഥ് സ്മാരക പ്രഭാഷണവും നടത്തി. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ കൃഷിഭവനിലെ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ഇറക്കിയ കർഷകർ കണ്ണീരിലായി. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചതാണ് ഇവിടുത്തെ കർഷകരെ കണ്ണീരിലാക്കിയത്. 11 ഏക്കറോളം വരുന്ന കൊടുങ്ങ പാടശേഖരത്തിൽ ഇത്തവണ പതിവിലും നേരത്തെയാണ് വിരിപ്പ് കൃഷി ഇറക്കിയത്. വിത്ത് ഉപയോഗിച്ച് ഞാറ്റടി തയ്യാറാക്കി ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിലാണ് കൃഷി ഇറക്കിയത്. ജൂൺ പകുതിയോടെ ഞാറുനടിയിൽ പൂർത്തിയാക്കിയെങ്കിലും വൈകാതെ മഴ ശക്തമായി. ദിവസങ്ങളോളം തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോടിന് സമീപത്തുള്ള പാടശേഖരം മുങ്ങി. ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനെ തുടർന്ന് ഓല ചീഞ്ഞ് നെൽച്ചെടികൾ വെള്ളത്തിൽ വീണ് നശിച്ചുപോയി. മഴയിൽ കൃഷി നശിച്ചതിലൂടെ കർഷകർക്ക് വലിയൊരു തുകയുടെ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ഇനി വീണ്ടും കൃഷി ഇറക്കിയാൽ കൊയ്ത്ത് വൈകാനും അടുത്ത വിളയായ മുണ്ടകൻ ഇറക്കാൻ തടസ്സം നേരിടാനും ഇടയുള്ളതിനാൽ ഇത്തവണത്തെ വിരിപ്പ് കൃഷി മുഴുവൻ കർഷകരും ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പൗലോസ് പാറയ്ക്കൽ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപുവം ആദിവാസി ഉന്നതിയിൽ നാട്ടുമാന്തോട്ടമൊരുങ്ങുന്നു. ഉന്നതിയിലെ ജലക്ഷാമത്തിനും മണ്ണൊലിപ്പിനും പരിഹാരം കാണുന്നതിനായി നടപ്പാക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായാണ് നാട്ടുമാന്തോപ്പ് ഒരുക്കുന്നത്. ആനപ്പാന്തം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശാസ്താംപുവം കാടർ ഉന്നതിയിൽ സംഘടിപ്പിച്ച വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് നാട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത്. വിവിധയിനം ഔഷധ സസ്യങ്ങളുടെ പ്രദർശന തോട്ടത്തിനു വേണ്ടിയും തൈകൾ നട്ടു. അടുത്ത ഘട്ടത്തിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങളും ഔഷധ വൃക്ഷങ്ങളും ഉന്നതിയിൽ നട്ടുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്. വനം വകുപ്പ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കൊടകര മേഖലാ കമ്മിറ്റി, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, കാടർ പഠന സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഉന്നതിയിൽ വന മഹോത്സവം സംഘടിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ AA ബേബി ഉദ്ഘാടനം ചെയ്തു. ഊരുമുപ്പൻ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വനവികസന ഏജൻസി ഡിവിഷണൽ കൺവീനർ EP പ്രസീദ, വനസംരക്ഷണ സമിതി സെക്രട്ടറി VN വിനോദ് കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ ഭാരവാഹികളായ KK അനീഷ് കുമാർ, AT ജോസ്, TM ശിഖാമണി, കാടർ പഠന സംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, കവിയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട്, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ലിജി തുടങ്ങിയവർ സംസാരിച്ചു. കളിക്കാൻ നല്ലൊരു മൈതാനമില്ലെന്ന പരിമിതി മറികടക്കാൻ ഒരു നാട് ഒത്തൊരുമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങരുത് ബാല്യമെന്നും ലഹരിയിലേക്ക് വഴിതെറ്റരുത് നമ്മുടെ യുവതയെന്നും ഇവർ തീരുമാനിച്ചപ്പോൾ നന്ദിപുരം ഗ്രാമം വലിയ സ്വപ്നങ്ങളിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. നാടിന് സ്വന്തമായി ഒരു കളിക്കളത്തിനായി പണം സ്വരൂപിക്കാൻ
വിവിധ പ്രവർത്തനങ്ങളുമായി നന്ദിപുലം മിഴി സാംസ്കാരിക വേദി മുന്നോട്ടു പോകുമ്പോൾ ഞായറാഴ്ചയിലെ അവധി ദിനത്തിൽ നാട് മുഴുവൻ അവരോടൊപ്പം ചേർന്നു. പ്രദേശത്തെ വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവർ. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പാഴ്വസ്തു ശേഖരണം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡിൽ ഉൾപ്പെട്ട നന്ദിപുലം പ്രദേശത്ത് നാടിന്റെ കെടാവിളക്കായി പ്രവർത്തിക്കുകയാണ് മിഴി സാംസ്കാരിക വേദി. കുട്ടികൾക്ക് കളിച്ചു വളരാൻ നാട്ടിൽ നല്ലൊരു കളിക്കളം ഇല്ലാതിരുന്നപ്പോൾ ഏതാണ്ട് 1 വർഷം മുൻപാണ് നമ്മുടെ കളിസ്ഥലം എന്ന ആശയത്തിന് ഇവർ രൂപം നൽകിയത്. ആദ്യപടിയായി പ്രദേശത്ത് കളിക്കളത്തിനായി 53 സെന്റ് സ്ഥലം കണ്ടെത്തി. 53 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ചെലവുൾപ്പെടെ സ്ഥലത്തിനായി നൽകേണ്ടത്. നമ്മൾ അനവധി കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഒരു കളിസ്ഥലം. ഇപ്പോൾ ഇന്നത്തെ യുവതലമുറ രാസലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറേ കാലങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് പരിഹാരം എന്ത്? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഗസ്റ്റ് 10 തുടക്കം കുറിച്ച അന്ന് അഡ്വാൻസ് കൊടുത്ത് തുടങ്ങിയിട്ടുള്ള ഈ സംഭവം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം അതിൻ്റെ തീറിനോട് അടുക്കുകയാണ്. ഈ മാസം തന്നെ തീർ നടത്താം. ട്രാക്ക്, ജിം, നടപ്പാത എന്നിവയ്ക്ക് പുറമെ ഫുട്ബോളിനും വോളിബോളിനും ബാഡ്മിന്റനും ഉപയോഗിക്കാവുന്ന കോർട്ട് എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ കളിക്കള സ്വപ്നം. കൂടാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോധികരുടെ കൂട്ടായ്മയ്ക്കായി ഒരു ഇടവും വായനശാലയും എല്ലാം ചേർന്ന് വരാനിരിക്കുന്ന കാലത്തെ തലമുറകളിലേക്ക് നീളുന്ന മഹത്തായ ആശയവും ഇവരുടെ സ്വപ്നമാണ്. തൃശ്ശൂർ ജില്ല വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് നന്ദിപുലം എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞങ്ങൾ 2 പ്രശ്നങ്ങളാണ് ഈ കളിക്കളവുമായി ബന്ധപ്പെട്ട ആശയം വരാനുള്ള കാരണം. ഒന്ന്, കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു സ്ഥലമില്ല. കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. പിന്നെ ഒറ്റപ്പെട്ട് വീടുകളിൽ മൊബൈലിൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ TV-യുടെ സ്ക്രീനിലോ ചെലവഴിക്കുന്ന ഒരു സമയം, വലിയ സമയം, അവരുടെ പഠനത്തിനോ അല്ലെങ്കിൽ കായികമായിട്ടുള്ള വിനോദത്തിനോ ഉപയോഗിക്കേണ്ട സമയം സ്ക്രീനിലേക്ക് പോവുക. കളിക്കളത്തിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനുമായി 1 കോടി രൂപ ആവശ്യമായി വരുന്ന സ്വപ്നത്തെയാണ് ഇവർ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്തത്. ഈ കളിക്കളം ഉപയോഗിക്കാൻ കഴിയുന്ന 200ഓളം വീട്ടുകാർ ഒത്തുചേർന്നപ്പോൾ 44 ലക്ഷം രൂപ ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞു. വന്നിരിക്കാനുള്ളൊരു സ്ഥലം, നരഞ്ചൽ വേനുള്ളൊരു സ്ഥലം, അത് കണ്ടെത്താനുള്ള മരണ പാച്ചലിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഈ അവസാന ഘട്ടമായി. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്രി പറക്കിക്കൊണ്ടാണ് ഈ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഇനിയും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി ഒപ്പം നിന്നവരിൽ 3 ലക്ഷം രൂപ വരെ നൽകിയ കുടുംബങ്ങളുണ്ട്. നാടിന് ഓണസമ്മാനമായി ഈ കളിക്കളം സമർപ്പിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഒന്നിച്ച് മുന്നേറുമ്പോൾ ഒരു നാടിന് വേണ്ടിയുള്ള ഈ തലമുറയുടെ സമർപ്പണമായി മാറുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. വെളിച്ചവും തെളിച്ചവുമുള്ള കരുത്തുറ്റ മനുഷ്യരായി പുതുതലമുറയെ വാർത്തെടുക്കാൻ അവർക്കായി ഒരു കളിസ്ഥലം, ഒറ്റപ്പെടുന്ന വയോജനങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു ഇടം. നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ ഈ സ്വപ്നങ്ങൾ ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നമായി മാറുകയാണ്. കളിക്കളത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 1 കോടിയിലേറെ രൂപ സമാഹരിക്കാൻ കയ്യും മെയ്യും മറന്ന് ഒരു നാട് ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി അധിക ദൂരമില്ല. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൊഴിലാളി നേതാവായിരുന്ന PS നമ്പൂതിരിയുടെ 46-ാം ചരമവാർഷികാചരണം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി VS പ്രിൻസ്, KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, VK വിനീഷ്, TK ഗോപി, VR സുരേഷ്, ഷീല ജോർജ്, CPI ലോക്കൽ സെക്രട്ടറിമാരായ VK അനീഷ്, KR അനൂപ്, AITUC ടെക്സ്റ്റൈൽസ് യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത്, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി എന്നിവയുടെ മുൻ പ്രസിഡന്റായിരുന്ന KK നാരായണന്റെ 14-ാം ചരമവാർഷികം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണവും പുഷ്പാർച്ചനയും പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറിയിൽ, KJ ജോജു, TV പ്രഭാകരൻ, VK വേലുക്കുട്ടി, രജനി സുധാകരൻ, PP ചന്ദ്രൻ, ജസ്റ്റിൻ ആറ്റുപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു.
കോൺഗ്രസ് നേതാവായിരുന്ന കെ നാരായണന്റെ ചരമവാർഷികാചരണം കോൺഗ്രസ് പുതുക്കാട് തെക്കേത്തുറവ് 16-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. തെക്കേത്തുറവ് യൂത്ത് സെന്ററിൽ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് തെക്കേത്തല ഉദ്ഘാടനം ചെയ്തു. CK ദിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് ഭാരവാഹികളായ ഹരി പേഴേരി, ഷാജു ചക്കുംപേടിക, ഡേവിസ് ഐനിക്കൽ, രവി കിളിയാറ, പോളി കുറ്റിക്കാടൻ, രജിത് കിളിയാറ, മോഹനൻ പാറയമേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായിരുന്ന CA അപ്പുക്കുട്ടന്റെ 1-ാം ചരമവാർഷികാനുസ്മരണം പുതുക്കാട് സംഘടിപ്പിച്ചു. T നരേന്ദ്രൻ അനുസ്മരണ പ്രസംഗം നടത്തി. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം തീർക്കുന്ന അപകടങ്ങൾ എന്ന വിഷയത്തിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥ് സ്മാരക പ്രഭാഷണവും നടത്തി. CP സജീവൻ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ സൗവർണിക, അഡ്വക്കേറ്റ് M അംബിക, ഹരിറാം കുമാർ, P തങ്കം, TM ശിഖാമണി, AT ജോസ്, CA അമ്പിളി, CA അനീഷ് എന്നിവർ പ്രസംഗിച്ചു. മനസ്സില്ലാത്ത, കണ്ണില്ലാത്ത, ചെവിയില്ലാത്ത മനുഷ്യനെ നശിപ്പിക്കണം, ചൂഷണം ചെയ്യണം എന്ന് മാത്രം ലക്ഷ്യമുള്ള മൂലധനത്തിൻ്റെ തേരോട്ടം തന്നെയാണ് മാനവികതയെ തകർത്ത് കളഞ്ഞത്. ഇതൊരു കാരണം വേണമല്ലോ. എന്താണ് ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള കാരണം? നവോത്ഥാനത്തിലൂടെ മാനവികതയെ ഉയർത്തിയെടുത്തതാണ് കേരളം. തൃശൂരിൽ ATMിലും കടയിലും മോഷണശ്രമം. പ്രതി പിടിയിൽ. പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. പ്രതി ഒറീസ സ്വദേശി സുനിൽ നായിക്കിനെ ഈസ്റ്റ് പോലീസ് പിടികൂടി. നഗരത്തിലെ തന്നെ പുത്തൻപള്ളിക്ക് സമീപമുള്ള മറ്റൊരു കടയും ഇയാൾ പൊളിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ATMിൽ മോഷണത്തിന് ശ്രമിച്ചതോടെ അലാറം അടിക്കുകയായിരുന്നു. മുംബൈയിലെ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ നിന്ന് പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് CI ജിജോ ആണ് പ്രതിയെ പിടികൂടിയത്. നെല്ലായിലെ പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 11ാമത് ഞാറ്റുവേല മഹോത്സവം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് R നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ അനുമോദിച്ചു. മികച്ച കർഷക അനുരാധ ചുള്ളിപ്പറമ്പിലിനെ പഞ്ചായത്ത് കൃഷി ഓഫീസർ MR അനീറ്റ അനുമോദിച്ചു. പഞ്ചായത്തിലെ മികച്ച കുടുംബശ്രീ അയൽക്കൂട്ടത്തിനുള്ള പുരസ്കാരം നന്ദിക്കരയിലെ മയൂര അയൽക്കൂട്ടത്തിന് സൊസൈറ്റി ഡയറക്ടർ PK പ്രസാദ് സമ്മാനിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് MA ജോൺസൺ, ഡയറക്ടർമാരായ PD അജിത് കുമാർ, ചന്ദ്രൻ ചിറ്റേത്ത്, TJ പോളി, ജാനകി ശബരിനാഥൻ, ലതാചന്ദ്രൻ, സുബ്രഹ്മണ്യൻ, രാമദാസ്, വിശ്വംഭരൻ, സെക്രട്ടറി നിഷ ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. ജൂലൈ 9 പൊതുപണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ അളഗപ്പനഗർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥ AITUC മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. CITU അളഗപ്പനഗർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PV ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ വൈസ് പ്രസിഡന്റ് PK വിനോദൻ, AITUC പഞ്ചായത്ത് സെക്രട്ടറി PC ഷാജു, CITU ഏരിയ കമ്മിറ്റി അംഗം AS ജിനി, AITUC മണ്ഡലം കമ്മിറ്റി അംഗം രാജി രാജൻ, TUCI ഏരിയ സെക്രട്ടറി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. AITUC ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. PV ഗോപിനാഥൻ വൈസ് ക്യാപ്റ്റനും PK വിനോദൻ മാനേജറുമായ ജാഥയാണ് പര്യടനം നടത്തിയത്. വെണ്ടൂരിൽ ഉദ്ഘാടനം ചെയ്ത ജാഥ മണ്ണമ്പേട്ടയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം CITU ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കരയിൽ വാഹനാപകടത്തിൽപ്പെട്ട സഹപാഠിയെ ഓട്ടോ വിളിച്ച് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്ത +2 വിദ്യാർത്ഥി നന്ദിതയെ നാട്ടുകാർ ചേർന്ന് ആദരിച്ചു. അപകടത്തിൽപ്പെട്ട കൂട്ടുകാരി വൈഷ്ണ പിന്നീട് മരിച്ചെങ്കിലും അപകട സമയത്ത് നന്ദിത കാണിച്ച ആത്മധൈര്യം മാതൃകാപരമായിരുന്നു. നന്ദിക്കര VHSലെ +2 വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. ട്യൂഷന് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് നന്ദിതയ്ക്കൊപ്പമുണ്ടായിരുന്ന വൈഷ്ണയെ ശനിയാഴ്ച രാവിലെ പിക്കപ്പ് വാൻ ഇടിച്ചത്. അപകടത്തെക്കുറിച്ച് ഓർക്കാൻ പോലും നന്ദിത താല്പര്യപ്പെടുന്നില്ലെങ്കിലും മാതൃകാ പ്രവൃത്തി അഭിനന്ദനം അർഹിക്കുന്നു തന്നെയാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ ചെറുവാളിൽ താമസക്കാരായ കോവാത്ത് സമിത ബാബു ദമ്പതികളുടെ മകളാണ് KB നന്ദിത. റിട്ടയർഡ് ആരോഗ്യ പ്രവർത്തകരും തെക്കേത്തുറവ് കൂട്ടായ്മ കൺവീനറുമായ വർഗീസ് തെക്കേത്തലയുടെ നേതൃത്വത്തിൽ വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, പ്രസിഡന്റ് മുരളീധരൻ ചേലാട്ട് എന്നിവർ ചേർന്നാണ് ധീരതയുടെ പൊന്നാട അണിയിച്ചത്. മുരിക്കിങ്ങൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടമെന്ന ശ്രമത്തിന് തറക്കല്ലിട്ടു. പ്രസിഡന്റ് ബിജു കണ്ണൂക്കാടൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ടോണി പാറേക്കാടൻ, ജമാഅത്ത് പള്ളി ഉസ്താദ് കമറുദ്ദീൻ അസ്ഹരി,
ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ട്രസ്റ്റി അംഗം കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, സുലൈമാൻ പോക്കാക്കില്ലത്ത്, സുബ്രൻ ഇല്ലിക്കൽ, രാജൻ പനങ്കൂടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. വള്ളിയാം തടത്തിൽ റോസയിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജിനു തുളുവത്ത്, കൺവീനർ ബൈജു പള്ളിപ്പാടൻ, ട്രഷറർ സിജു കണ്ണൂക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. കോടാലി സൗഹൃദ വേദിയുടെ 2ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് VM ഹംസ ഉദ്ഘാടനം ചെയ്തു. TK ലാലൻ, ബാബു കൂനാമ്പുറത്ത്, CM ശിവകുമാർ, MN സുധി, PS പ്രശാന്ത്, ഷാജു കുഴിവേലി, സുരേഷ് തയ്യിൽ, PT ജോയ്, വത്സ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബാല്യകാല സഖി പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ചയും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. TJ ബേബി അധ്യക്ഷത വഹിച്ചു. ഷാജു കാവുങ്കൽ, EH സഹീർ, ഇഹ്സാൻ മുഹമ്മദ്, റെന്നി വർഗീസ്, AM സുധീർ, MP വർഗീസ്, ME ഹംസ എന്നിവർ സംസാരിച്ചു. നെല്ലായിയിൽ സ്കൂട്ടർ ഇടിച്ച് മരിച്ച മുൻ പ്രധാനാധ്യാപകന്റെ സംസ്കാരം നടത്തി. നെല്ലായി വയലൂർ വടക്കേ വാര്യത്ത് ശൂലപാണി വാര്യരാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനാണ്. പ്രഭാത സവാരിക്കിടെ ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഞാവൽ പഴമിട്ട് പാറ്റിയ ചാരായം ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന വരന്തരപ്പള്ളി സ്വദേശി പിടിയിൽ. വരന്തരപ്പള്ളി പൗണ്ട് വിരുത്തി വീട്ടിൽ 53 വയസ്സുള്ള രമേശാണ് തൃശൂർ കണ്ണംകുളങ്ങര TB റോഡിൽ നിന്നും പിടിയിലായത്. 5 ലിറ്റർ ചാരായം ഇയാളിൽ നിന്നും പിടികൂടി. ചാരായം കടത്തുന്നതിന് ഉപയോഗിച്ച ഓട്ടോറിക്ഷയും തൃശൂർ റേഞ്ച് എക്സൈസ് പിടികൂടി. കൊള്ളുകുള്ളിയിൽ വീട് വാടകയ്ക്കെടുത്തതാണ് ചാരായം വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ഞാവലിട്ട പ്രീമിയം ചാരായം ഒരു കുപ്പി 1000 രൂപയ്ക്കാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. ചാരായം പ്രീമിയം ആണെങ്കിലും ഇതിനായി പഴക്കം ചെന്ന് കേടുവന്ന ഞാവലാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. തൃശൂർ മാർക്കറ്റിൽ നിന്നും പഴുപ്പ് കൂടി ഉപയോഗയോഗ്യമല്ലാത്ത ഞാവൽ പഴം കൂടുതലായി ഒരാൾ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് രമേശിനെ എക്സൈസ് നിരീക്ഷിച്ചു തുടങ്ങിയതും പിടിയിലായതും. രമേശിന് ചാരായം എത്തിച്ചു കൊടുക്കുന്നവരെ കുറിച്ചും എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർമാരായ KK സുധീറിന്റെ നേതൃത്വത്തിൽ AIമാരായ AV പ്രവീൺകുമാർ, NR രാജു, TJ രഞ്ജിത്ത്, CO മാരായ അരുൺകുമാർ, അനൂപ് ദാസ്, ഡ്രൈവർ ഷാജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിലെ പ്രതികളായ മാതാപിതാക്കളെ 7 ദിവസത്തേക്ക് പുതുക്കാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നൂലുവള്ളി മുല്ലപ്പറമ്പിൽ അനീഷ, ആമ്പല്ലൂർ ചേനക്കാലയിൽ ബവിൻ എന്നിവരെയാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും എത്തിച്ചത്. കൂടുതൽ പ്രതികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പ്രധാനമായും അന്വേഷിക്കും. പ്രതികളുടെ മൊഴികളിലുള്ള അവ്യക്തതയും ദുരൂഹതയും നീക്കാനുള്ള ശ്രമവും ചോദ്യം ചെയ്യലിൽ ഉണ്ടാകും. കഴിഞ്ഞ 28-ന് രാത്രിയിലാണ് ബവിൻ 2 നവജാത ശിശുക്കളുടെ അസ്ഥി കഷ്ണങ്ങളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. 29-ന് അനീഷയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത്. 30-ന് റിമാൻഡിലായ പ്രതികളെ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തെങ്കിലും കാര്യമായ ചോദ്യം ചെയ്യൽ നടന്നില്ല. പ്രതികളെ ഞായറാഴ്ച മുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. തൃശൂരിൽ പോലീസിനെ പോലെ പ്രവർത്തിച്ച സംഭവത്തിൽ നാട്ടുകാർ പോലീസിനെ പ്രകീർത്തിച്ച് ബോർഡ് വെച്ചു. പോലീസിനെ പ്രകീർത്തിച്ച ഇളങ്കോ നഗർ നെല്ലങ്കര തന്റെ പേരിൽ ബോർഡ് വേണ്ടെന്ന് ഇളങ്കോ IPS. തൃശൂർ പോലീസിനെ പോലെ പ്രവർത്തിച്ച സംഭവത്തിൽ നാട്ടുകാർ പോലീസിനെ പ്രകീർത്തിച്ച് ബോർഡ് വെച്ചു. ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന പേരിലായിരുന്നു ബോർഡ്. ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ നെല്ലങ്കരയിൽ പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത ഗുണ്ടാസംഘത്തെ സംഘട്ടനത്തിലൂടെ സിറ്റി പോലീസ് കീഴ്പ്പെടുത്തിയത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഗുണ്ട ആക്രമണമുണ്ടായ നെല്ലങ്കരയിൽ ഇളങ്കോ നഗർ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തി ബോർഡ് എടുത്തു മാറ്റി. കോർപ്പറേഷന്റെയോ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ചതിനാലാണ് എടുത്തുമാറ്റിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം നടന്നത്. പ്രദേശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പുലർച്ചെ നടന്ന ബർത്ത്ഡേ പാർട്ടി ആഘോഷത്തിനിടെ ഗുണ്ടകൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. വിവരം കൂട്ടത്തിൽ ഒരാളുടെ അമ്മ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയതോടെ ഗുണ്ടകൾ പോലീസിന് നേരെ തിരിഞ്ഞു. ആക്രമണത്തിൽ 3 പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള 6 അംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ സംഘട്ടനത്തിലൂടെ പിടികൂടിയിരുന്നു. വിഷയത്തിൽ കമ്മീഷണർ ഇളങ്കോയുടെ പ്രതികരണം വൈറലായിരുന്നു.
ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്നതായിരുന്നു വൈറൽ പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ കയ്യടിയാണ് പോലീസിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് സംഭവം നടന്ന നെല്ലങ്കരയിൽ കമ്മീഷണറുടെ പേരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. താൻ ചെയ്തത് ഡ്യൂട്ടി മാത്രമാണെന്നും പേര് ലഭിക്കാനല്ലെന്നുമാണ് ഇളങ്കോയുടെ നിലപാട്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പ് കൊടകര റോഡ് സെക്ഷന് കീഴിലുള്ള വെണ്ടൂർ, വട്ടനാത്ര, പൂക്കോട്, വരാക്കര, പള്ളി റോഡിൽ മുണ്ടോലിമൂല ഭാഗത്ത് കൾവർട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ക്ഷേത്രത്തിന് സമീപം പുള്ളിപ്പറമ്പിൽ ജനാർദ്ദനന്റെ ഭാര്യ സുഭദ്ര 78 വയസ്സ് അന്തരിച്ചു. സംസ്കാരം ഇരിഞ്ഞാലക്കുട SNBS മുക്തിസ്ഥാനിൽ. അനിൽകുമാർ, അനിത, സുനിൽകുമാർ എന്നിവർ മക്കളും അനു, ഗോപി, ഷീബ എന്നിവർ മരുമക്കളുമാണ്. കോടാലി പുത്തൻമഠം സീതാരാമൻ എമ്പ്രാന്തിരി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടമ്പോട് ALP സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനാണ്. ഭാര്യ പരേതയായ സരസ്വതി. വേണുഗോപാലൻ, ബാലകൃഷ്ണൻ, രത്നമണി എന്നിവർ മക്കളും. നാഗരത്നം, ശശികല, മോഹനൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ കൃഷിഭവനിലെ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ഇറക്കിയ കർഷകർ കണ്ണീരിലായി. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചതാണ് ഇവിടുത്തെ കർഷകരെ കണ്ണീരിലാക്കിയത്. വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ നാട്ടുമാന്തോട്ടമൊരുങ്ങുന്നു. ഉന്നതിയിലെ ജലക്ഷാമത്തിനും മണ്ണൊലിപ്പിനും പരിഹാരം കാണുന്നതിനായി നടപ്പാക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായാണ് നാട്ടുമാന്തോപ്പ് ഒരുക്കുന്നത്. കളിക്കാൻ നല്ലൊരു മൈതാനമില്ലെന്ന പരിമിതി മറികടക്കാൻ ഒരു നാട് ഒത്തൊരുമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങരുത് ബാല്യമെന്നും ലഹരിയിലേക്ക് വഴിതെറ്റരുത് നമ്മുടെ യുവതയെന്നും ഇവർ തീരുമാനിച്ചപ്പോൾ നന്ദിപുരം ഗ്രാമം വലിയ സ്വപ്നങ്ങളിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. CPI തൊഴിലാളി നേതാവായിരുന്ന PS നമ്പൂതിരിയുടെ 46ാം ചരമവാർഷികാചരണം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത്, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി എന്നിവയുടെ മുൻ പ്രസിഡന്റായിരുന്ന KK നാരായണന്റെ 14ാം ചരമവാർഷികം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായിരുന്ന CA അപ്പുക്കുട്ടന്റെ 1ാം ചരമവാർഷികാനുസ്മരണം പുതുക്കാട് സംഘടിപ്പിച്ചു. T നരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻമന്ത്രി C രവീന്ദ്രനാഥ് സ്മാരക പ്രഭാഷണവും നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.